CPM നേരിടുന്നത് വലിയ വെല്ലുവിളിയാണ്. പാർട്ടിക്കെതിരെ ഒരു കൂട്ടം നേതാക്കൾ ഒരുമിച്ച് പടയ്ക്കിറങ്ങിയ അസാധാരണ സാഹചര്യമാണ് CPM-നെ ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. പ്രാദേശിക ഘടകങ്ങളെ ഇറക്കി പ്രതിരോധം തീർക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രമം. അത് എന്തുമാത്രം ഫലപ്രദമാകുമെന്ന് കണ്ടറിയേണ്ട സ്ഥിതിയാണ്. നേതാക്കളുടെ എതിർപ്പാണെങ്കിൽ അവരെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ടു പോകുകയാണ് CPM സ്വീകരിക്കാറുള്ള മാർഗം. ഇപ്പോൾ G. സുധാകരനും T. K. ഗോവിന്ദനും P. K. ശശിയും S. രാജേന്ദ്രനും അടങ്ങുന്ന മുതിർന്ന നേതാക്കളുടെ കാര്യത്തിലും അതേ രീതി തന്നെയാണ് സ്വീകരിക്കുന്നത്. അവരിൽ പലരും UDF സ്ഥാനാർത്ഥികളാകുന്നു, ചിലർ BJP-യിലും. ആരോപണം ഉന്നയിച്ച നേതാക്കളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയാലും ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിലുടനീളം ഉയരും എന്നതാണ് വെല്ലുവിളി. G. സുധാകരനും T. K. ഗോവിന്ദനുമെതിരെ സംസ്ഥാന നേതാക്കൾ കടുത്ത പ്രതികരണമോ കടന്നാക്രമണമോ നടത്തുന്നത് ഒഴിവാക്കാനാണ് തീരുമാനം. പ്രതിഷേധങ്ങൾക്ക് വഴങ്ങി ഒരു തീരുമാനം മാറ്റുന്നത് CPM-ൽ അപൂർവമാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രതിഷേധം ജനകീയമായി വളർന്നാൽ തീരുമാനം തിരുത്തുന്നത് പ്രവർത്തകരെ തിരുത്താനാകില്ലെന്ന ബോധ്യത്താലാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കണ്ടത് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട VS അച്യുതാനന്ദന് വീണ്ടും സീറ്റ് നൽകിയപ്പോഴായിരുന്നു.